നിങ്ങളുടെ ഓർമ്മയിലുണ്ടാകും കുറച്ച് നാളുകൾക്ക് മുൻപ്, കൃത്യമായി പറഞ്ഞാൽ 10 മാസം മുൻപ് നമ്മൾ കൊച്ചിയിൽ സർക്കാർ സംഘടിപ്പിച്ച ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സമ്മിറ്റ് എന്ന് പറയുന്ന ഒരു വലിയൊരു കൂട്ടായ്മയുണ്ടായിരുന്നല്ലോ, ഒരു സമ്മിറ്റ് സംഘടിപ്പിച്ചിരുന്നല്ലോ. അതിൽ ഏകദേശം 1,81,000 കോടി രൂപയുടെ നിക്ഷേപ വാഗ്ദാനങ്ങളാണ് പല തലങ്ങളിലായി കേരളത്തിലേക്ക് വന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇപ്പോൾ 35,000 കോടി രൂപയുടെ നിക്ഷേപം യാഥാർത്ഥ്യമായിരിക്കുന്നു എന്ന വലിയൊരു സന്തോഷം നമ്മുടെ മുൻപിലേക്ക് വരികയാണ്. അതായത് ഈ നിക്ഷേപ വാഗ്ദാനങ്ങൾ വരുമ്പോൾ അത് വാഗ്ദാനങ്ങളിൽ ഒതുക്കാതെ അത് യാഥാർത്ഥ്യമാക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു എന്നതാണ് ഏറ്റവും സന്തോഷം നൽകുന്നതെന്ന് പറയുന്നത്. നമ്മുടെ കേരളത്തിലേക്ക് കഴിഞ്ഞ 10 മാസം കൊണ്ട് ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സമ്മിറ്റിന്റെ ഭാഗമായി മാത്രം 35,000 കോടിയുടെ നിക്ഷേപ വാഗ്ദാനം എത്തിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും സന്തോഷം നൽകുന്ന കാര്യമെന്ന് പറയുന്നത്. 50,000-ലധികം തൊഴിലവസരങ്ങളാണ് ആ ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സമ്മിറ്റിന്റെ ഭാഗമായിട്ടുള്ള വാഗ്ദാനങ്ങളിലൂടെ ഇതുവരെ നമ്മുടെ കേരളത്തിൽ യാഥാർത്ഥ്യമായിരിക്കുന്നത്. ഒരുപക്ഷെ ഇന്ത്യയുടെ തന്നെ ചരിത്രത്തിൽ ഇത്രയധികം ഫോളോ അപ്പ് ചെയ്ത ഒരു ഇൻവെസ്റ്റ് സമ്മിറ്റ് കാണാൻ സാധിക്കില്ല എന്നതാണ് നമുക്ക് പറയാൻ കഴിയുന്ന ഒരു സന്തോഷമെന്ന് പറയുന്നത്. അന്ന് 400-ലധികം കമ്പനികളാണ് നിക്ഷേപ താല്പര്യം പ്രകടിപ്പിച്ചത്. 1,81,000 കോടി രൂപയുടെ നിക്ഷേപ താല്പര്യപത്രങ്ങൾ ഈ ദിവസങ്ങളിലൊക്കെ ഒപ്പുവച്ചിരുന്നു. അതിൽ 276 പദ്ധതികൾക്ക് ഭൂമി ലഭ്യമാക്കിയിരിക്കുന്നു സർക്കാർ. 449 സ്ഥാപനങ്ങളാണ് നിക്ഷേപ വാഗ്ദാനം നൽകിയിരിക്കുന്നത്. അതിൽ തന്നെ അനിമേഷൻ രംഗത്തെ പ്രമുഖരായ ഇറ്റാലിയൻ കമ്പനി ഡൈനിമേറ്റഡ്, പ്രമുഖ ലോജിസ്റ്റിക് കമ്പനിയായ അവിഗ്ന തുടങ്ങിയവർ നിർമ്മാണം പൂർത്തിയാക്കി അവരുടെ പ്രവർത്തനം തുടങ്ങുകയും ചെയ്തിരിക്കുന്നു. ഒപ്പം അദാനി ലോജിസ്റ്റിക് പാർക്ക്, ഒപ്പം തന്നെ ഈ ഭാരത് ബയോടെക്കിന്റെ കീഴിലുള്ള ലൈഫ് സയൻസ് കമ്പനി സിസ്ട്രോം, SFO ടെക്നോളജീസ്, ഗ്യാഷ സ്റ്റീൽസ്, ഒപ്പം തന്നെ KGA ഇന്റർനാഷണൽ, കൃഷ്ണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് തുടങ്ങിയവയൊക്കെ അവരുടെ നിർമ്മാണ പദ്ധതികൾ ഇവിടെ ആരംഭിക്കുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ നിങ്ങളൊരു കാര്യം ഓർക്കുക, നമ്മുടെ സംസ്ഥാനം വ്യവസായ സൗഹൃദമാകുന്നത് എങ്ങനെയാണെന്ന് ഈ കണക്കുകൾ നമ്മളോട് പറയുന്നുണ്ട്. ചുവപ്പ് നാട് എന്ന് പറയുന്ന, അല്ലെങ്കിൽ വ്യവസായ സൗഹൃദമല്ല എന്ന് പറയുന്ന ആ ചീത്തപ്പേര് കേരളം മായ്ച്ചു കളഞ്ഞിരിക്കുകയാണ് കഴിഞ്ഞ ഒരു 10 വർഷം കൊണ്ട്. ഈ 10 വർഷം കൊണ്ട് കേരളം എങ്ങനെ മാറി എന്ന് പറയുന്ന കണക്കുകളുടെ കൂടെ നമുക്ക് ഈ നിക്ഷേപങ്ങളുടെയും ഈ തൊഴിലവസരങ്ങളുടെയും കണക്കുകൾ കൂടി ചേർക്കാൻ കഴിയുന്നു എന്നതാണ് ഏറ്റവും സന്തോഷം നൽകുന്ന കാര്യം. ഇനി ബാക്കിയുള്ള വാഗ്ദാനങ്ങളുണ്ടല്ലോ, അതിന് തുടർ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ വേഗത്തിൽ കൂടുതൽ പദ്ധതികൾ യാഥാർത്ഥ്യമാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് ഈ ഘട്ടത്തിൽ പങ്കുവയ്ക്കാനുള്ളത്. സമീപകാലത്ത് രാജ്യം കണ്ട ഏറ്റവും മികച്ച ഇടപെടലായി ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സമ്മിറ്റ് മാറിയിരിക്കുന്നുവെന്ന് ഈ കണക്കുകൾ, ഈ വസ്തുതകൾ നമ്മളോട് പറയുന്നു. അതിന് സന്തോഷം മന്ത്രി പി രാജീവ് ഫേസ്ബുക്കിലൂടെ പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്.